തനത് കാർഷിക സംസ്കാരത്തിന്റെ അവശേഷിക്കുന്ന അടയാളങ്ങളായ നെൽവയലുകളെ സംരക്ഷിക്കുവാനും പുതുതലമുറയ്ക്ക് കൃഷിയുടെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകാനും ലക്ഷ്യമിട്ട് പുലരി സംഘടിപ്പിക്കുന്ന നാട്ടി കാർഷിക പാഠശാല 2026 ഞായറാഴ്ച ഉദുമ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അരവത്ത് മുക്കുണ്ടുവയലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. മണ്ണും മനുഷ്യനുമായുള്ള അഭേദ്യമായ ബന്ധം പുതുതലമുറയ്ക്ക് അനുഭവത്തിലൂടെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടി കാർഷിക പാഠശാല സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. വയലിൽ നേരിട്ടിറങ്ങി നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാനും പരമ്പരാഗത കാർഷിക രീതികൾ മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഉദുമ പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകളുടെയും ജൈവ വൈവിധ്യ പരിപാലന സമിതികളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ നടക്കുന്ന ചടങ്ങിൽ കാർഷിക പാഠശാലയുടെ ഉദ്ഘാടനവും പുലരി വിത്താൾ പുരസ്കാര വിതരണവും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിക്കും. പുലരിയുടെ തനത് നെൽവിത്ത് സംരക്ഷണ പദ്ധതിയായ നുരിയിട്ട് നന്മയ്ക്ക് കാവലായി പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. നെൽവിത്ത് സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ സത്യനാരായണ ബലേരി കുട്ടികൾക്ക് വിത്തുകിഴികൾ വിതരണം ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, പരിസ്ഥിതി പ്രവർത്തകർ, കർഷകർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക പൈതൃക സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ ബോധവൽക്കരണത്തിനും പുതുതലമുറയെ പങ്കാളികളാക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്നും സംഘാടകർ അറിയിച്ചു. ഇപ്രാവശ്യം എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു കമ്പവലിയും പിന്നെ ഈ ലോകകപ്പ് ഫുട്ബോൾ ആയതുകൊണ്ട് ഷൂട്ടൗട്ട് മത്സരവും ചളിയിൽ തന്നെ ഷൂട്ടൗട്ട് മത്സരവും നടത്താൻ വിവിധ രാജ്യങ്ങളുടെ പേരിൽ ഷൂട്ടൗട്ട് മത്സരം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ നാട്ടിക്ക് ശേഷമായിരിക്കും അത് നടത്തുക. നാട്ടി കൺവീനർ AK ജയപ്രകാശ്, പുലരി ട്രഷറർ മോഹനൻ നന്ദനം, ആകാശ്, അക്ഷയ്, വേണുഗോപാലൻ അരവത്ത്, GV വിവേക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.